പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം വൈകുന്നുവെന്നാരോപിച്ച് നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പ് ദൗത്യസംഘത്തിന്റെ ബേസ് ക്യാമ്പിൽ നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. CCF ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞുവച്ചു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടുവ ആക്രമണത്തിന് ശേഷം വനമന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തെത്താത്തതിലും വലിയ പ്രതിഷേധമുണ്ട്. സമരം കൊണ്ട് മുന്നോട്ട് പോകും. വെടിവെച്ച് കൊല്ലാണ്ട് കടുവനെ ഇവിടുന്ന് കൂട്ടിപ്പിടിച്ച് കൊണ്ടാൻ വിടില്ല. വെടിവെച്ച് കൊന്നോളാം. ഒരു ആടിനെ കടുവനെ കൊല്ലാൻ വേണ്ടി, കടുവനെ പിടിക്കാൻ വേണ്ടി ഒരു ആടിനെ, അതും ഒരു മൃഗമാണ്, അതിനവിടെ വെച്ചിന് അതിനെ കൊല്ലുന്നതിന് ഇവർക്ക് ഒരു നിയന്ത്രണമില്ല. ആടുകളെ, പോത്തുകളെ, പശുക്കളെയൊക്കെ കടുവക്ക് ഇട്ട് കൊടുക്കും. കടുവനെ കൊല്ലാൻ എന്താ, മനുഷ്യനെ കൊല്ലുന്നതിനെക്കാട്ടും വലുതാണോ കടുവനെ വെടിവെച്ച് കൊല്ലുന്ന വേണം, ഒരു സംശയം വേണ്ടെങ്കിൽ. ഇന്ന് രാവിലെയാണ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം സംസ്കരിച്ചത്. ഇപ്പോൾ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താൻ കളക്ടറും സബ് കളക്ടറും ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. അഭിജിത്ത്, ഈ ചർച്ചയ്ക്ക് തുടക്കമായിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ കളക്ടറും സബ് കളക്ടറും ഇവിടേക്ക് എത്തിയിട്ടില്ല. എത്തും എന്നറിയിച്ചതിനെ തുടർന്നാണ് നേരത്തെ വലിയ രീതിയിലുണ്ടായ ഒരു പ്രതിഷേധത്തിന് അല്പം ഒരു ശമനം വന്നത്. പക്ഷേ അവർ പലരും ഇപ്പോഴും ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ആ ഒരു ബേസ് ക്യാമ്പിൽ ഇപ്പോഴും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. നേരത്തെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ കടുവയെ കൊല്ലുക, അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം തന്നെ കളക്ടറും വനം മന്ത്രിയും എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്താത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ചേച്ചി, കുറച്ച് സമയമായി ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ ആവശ്യം, അതായത് നമ്മുടെ ഒരു ഉറപ്പ് കിട്ടുന്നത് വരെ ഇങ്ങനെ പ്രതിഷേധിക്കാനാണോ തീരുമാനം? ഉറപ്പ് കിട്ടുന്നവരെ പ്രതിഷേധിക്കും. നാളെ നേരം വിളിക്കുന്നവരെ ഇരിക്കും, ഒരാഴ്ച വരെ ഇരിക്കും. എപ്പോൾ പുലിനെ കൊല്ലുന്നോ അപ്പോൾ വരെ ഇരിക്കും ഞങ്ങൾ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടു തരിക കടുവനെ, ഞങ്ങൾ കൊല്ലൂ. ഒരു ഒറ്റ ദിവസം, ഒരു മണിക്കൂർ മതി ഞങ്ങൾക്ക്. ഞങ്ങൾ നായാട്ടുകാരുണ്ട് ഇവിടെ, അവർക്ക് വിട്ടുകൊടുക്ക്, അവർ കൊല്ലുമല്ലോ. ഇവർക്കല്ലേ പേടി. ഞങ്ങൾക്ക് വെള്ളമില്ല, കുടിവെള്ളം. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ വെള്ളമില്ല. ആന ചവിട്ടിയിട്ട് പൈപ്പെല്ലാം പൊട്ടിച്ചിട്ടിരിക്കുന്നു. കടുവനെ പിടിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കടുവനെ എത്രയും പെട്ടെന്ന് കൊന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ. പിന്നെ മക്കളെ നാളെ തുടങ്ങി സ്കൂളിൽ വിടാൻ പറ്റില്ല കടുവനെ കൊന്നില്ലെങ്കിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കടുവനെ കൊല്ലാനാണ് ഓർഡർ നിങ്ങളിടേണ്ടത്. ഇന്നലെ പറഞ്ഞു കൊല്ലുന്നു, ഇന്ന് പറയുന്നു കൊല്ലില്ല. അത് തന്നെയാണ്, ആ രീതിയിലുള്ള ഒരു ആശങ്ക ഇവിടെയുള്ളവർക്കുണ്ട്. കാരണം അവർക്ക് എപ്പോഴും അവർ നടക്കുന്ന വഴികളാണ്, അവർ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളാണ്, അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നത്. അവർ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്നലെ രാധ എന്ന സ്ത്രീക്ക് കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ കടുവയുടെ ദൃശ്യങ്ങൾ അവരുടെ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളൊരു നടപടിക്രമത്തിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. അതിനെ ഐഡന്റിഫൈ ചെയ്താൽ ഈ ഡാറ്റാബേസിലുള്ള കടുവയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. നിലവിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൂട്ടിൽ കടുവ കുടുങ്ങുക എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ ഉണ്ടായിരുന്നത്. നിലവിൽ ഈ കടുവയെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്ക് കടക്കണം. അതിന് ഈ ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള വിദഗ്ധർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കടുവയെ ഐഡന്റിഫൈ ചെയ്ത് എന്തുകൊണ്ടാണ് അഭിജിത്ത് ഒരു വൈകൽ? ഇന്നിപ്പോൾ ആ വിഷയത്തിലും നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇന്നലെ മുതൽ അദ്ദേഹം എത്തും, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുമെന്ന വാർത്ത നമ്മൾ കൊടുത്തതാണ്. പക്ഷേ എത്താത്തത് എന്തുകൊണ്ട് ഇതുവരെ എന്നുള്ള ചോദ്യം നാട്ടുകാർ ഉന്നയിക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടു. മറ്റൊന്ന്, വനം മന്ത്രി എവിടെയാണ് മന്ത്രി ഉള്ളത് എന്ന് വളരെ പ്രസക്തമായ ചോദ്യവും അവർ ഉയർത്തുന്നുണ്ട്. അനുജ, അതിരപ്പിള്ളിയിലെ ദൗത്യത്തിന്റെ ഭാഗമായി അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വയനാട്ടിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ബേസ് ക്യാമ്പിലേക്ക് ഈ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി ടീമും ഒപ്പം മറ്റ് വിദഗ്ധ സംഘങ്ങളും എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കളക്ടറും അതുപോലെ തന്നെ ഏതോ ഒരു ഔദ്യോഗിക പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് കളക്ടർ ഉള്ളത്. അതിനാൽ ഇങ്ങോട്ടേക്ക് എത്താൻ താമസം നേരിടുന്നു എന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി, ഈ
ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ചെയർമാൻ എന്നുള്ളത് കലക്ടറാണ്, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്നുള്ളത് സബ് കളക്ടറാണ്. എന്നിട്ടും ഈ എസ്റ്റേറ്റിൻ്റെ സമീപത്ത് വെച്ച് ഇത്തരത്തിലുള്ളൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ ഈ പ്രദേശത്തേക്ക് എത്താത്തത്, എന്തുകൊണ്ടാണ് തങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കാത്തത് എന്ന ന്യായമായ ചോദ്യം ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു പ്രതിഫലനം എന്ന രീതിയിലാണ് ഇന്ന് രാവിലെ നമ്മൾ ഈ പ്രതിഷേധം ഇവിടെ അരങ്ങേറുകയും ചെയ്തത്. ഏതായാലും ഒരു ചർച്ച എന്നുള്ള നിലയിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഈ പ്രതിഷേധത്തിന് അല്പം ഒരു അയവ് വന്നത്. പക്ഷേ ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് സ്ത്രീകൾ, പ്രത്യേകിച്ചും സ്ത്രീകളാണ്, ഈ തോട്ടം മേഖലയാണ്, അവിടെ ഈ ജോലിക്ക് പോകുന്നവരിൽ അധികവും സ്ത്രീകളാണ്. അവർ ഈ തേയില നുള്ളാനും ഒപ്പം കാപ്പിക്കുരു ശേഖരിക്കാനും ഒക്കെ പോകുന്ന മേഖലയാണ്. ആ മേഖലയിൽ വെച്ചാണ് ഇന്നലെ രാവിലെയോടുകൂടി ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. രാധ എന്ന സ്ത്രീക്ക് അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ദൗത്യം നീളുകയാണ് കടുവയെ പിടികൂടാനുള്ള. അതിൽ പ്രതിഷേധിച്ചൊക്കെയാണ് ഇന്നിപ്പോൾ നാട്ടുകാർ അവിടെ പ്രതികരിച്ചത്. ബേസ് ക്യാമ്പിലുള്ള പ്രതിഷേധം പിടികൂടി വെടിവെക്കുന്നത് വരെ തങ്ങൾ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് നാട്ടുകാരുടെ നിലപാട്.